നമസ്കാരം. എല്ലാവർക്കും കേരള ടെക് അക്കാഡമിയിലേക്ക് സ്വാഗതം. ടെക്നിക്കൽ കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. റെസൊണൻസ് ആൻഡ് ക്വാളിറ്റി ഫാക്ടർ. റേഡിയോയിൽ പാട്ടുകൾ ട്യൂൺ ചെയ്യുന്നത് മുതൽ അഡ്വാൻസ് ഫിൽട്ടറുകൾ വരെ അതായത് ഈ ഒരു ആശയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ക്യൂ ഫാക്ടറിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന എല്ലാ ഫോർമുലാസും, സീരീസ്, പാരലൽ സർക്യൂട്ട്സ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളും ബാൻഡ്വിഡ്ത്തുമായുള്ള ബന്ധവും അതായത് സീരീസും പാരലൽ സർക്യൂട്ട്സിന്റെ ബാൻഡ്വിഡ്ത്തുമായുള്ള ബന്ധവും ഒന്നും വിടാതെ നമുക്ക് വ്യക്തമായി തന്നെ പഠിക്കാം. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യമേ എന്താണ് ഈ ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ? ഇതൊരു ഡയമണ്ട്ലെസ് പാരാമീറ്റർ ആണ്. ലളിതമായി പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്യുന്നു, അതിൽ എത്രത്തോളം നഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു അനുപാതം ആണ് ഈ ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ. ഇറ്റ് പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് ഹൗ എഫിഷ്യൻ്റ്ലി എനർജി സ്റ്റോർഡ് ഇൻ എ സിസ്റ്റം കമ്പയർഡ് ടു ഹൗ മച്ച് എനർജി ഈസ് ഡിസിപ്പേറ്റഡ്. അതായത് എത്രത്തോളം എനർജി സ്റ്റോർ ചെയ്യുന്നു, ആ സ്റ്റോർ ചെയ്യുന്ന എനർജിയിൽ നിന്ന് എത്രത്തോളം ഡിസിപ്പേറ്റ് ചെയ്യുന്നു, അതിന്റെ ഒരു റേഷ്യോ ആണ് ബേസിക്കലി ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ. ബേസിക്കലി നമ്മൾ എന്താണ് വേണ്ടത്? ഈ റേഷ്യോ കൂടുതലാകുമ്പോഴല്ലേ നമ്മളിൽ കൂടുതൽ സമ്പാദ്യം കയ്യിലുണ്ടാവുക. അപ്പൊ അതാണ് ക്യൂ ഫാക്ടർ എപ്പോഴും കൂടുതലായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ നമ്മൾ ബേസിക് കമ്പൗണ്ട്സിന്റെ കാര്യം എടുത്താൽ നോക്കൂ, ഒരു ഐഡിയൽ റെസിസ്റ്റർ എടുക്കൂ, ഒരു ഐഡിയൽ ഇൻഡക്ടർ എടുക്കൂ, ഒരു ഐഡിയൽ കപ്പാസിറ്റർ എടുക്കൂ. ഒരു ഐഡിയൽ റെസിസ്റ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നില്ല, ഡിസിപ്പേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യൂ ഫാക്ടർ 0 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഒരു ഐഡിയൽ ഇൻഡക്ടർ എടുക്കും, അതുപോലെ ഒരു ഐഡിയൽ കപ്പാസിറ്ററും എടുക്കും. അതിലാകെ എനർജി സ്റ്റോർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്തായിരിക്കും? ബേസിക്കലി ഫോർ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനർജി ഡിസിപ്പേഷൻ 0 ആയിരിക്കും. അപ്പൊ എനിത്തിങ് ഡിവൈഡഡ് ബൈ 0 ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ ഒരു ഐഡിയൽ ഇൻഡക്ടറിനും ഒരു ഐഡിയൽ കപ്പാസിറ്ററിന്റെയും ക്യൂ ഫാക്ടർ ഇൻഫിനിറ്റി ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഇനി ഒരു ബിഗ് കൺഫ്യൂഷൻ പറയുകയാണെങ്കിൽ ഒമേഗ വിഎസ് ഒമേഗ 0. എന്താണ് ഈ ഒമേഗയും ഒമേഗ 0യും? ഒമേഗ എന്ന് പറഞ്ഞാൽ ജനറൽ ഫ്രീക്വൻസി, ഒമേഗ 0 എന്ന് പറഞ്ഞാൽ ദ റെസൊണൻസ് ഫ്രീക്വൻസി. എല്ലാവർക്കും തെറ്റിപ്പറ്റാൻ സാധ്യമുള്ള പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഒമേഗ അല്ലെങ്കിൽ ഒമേഗ 0 അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ആർ സി സർക്യൂട്ട്സിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഇല്ല. കാരണം അവയിൽ ഒരു തരം എനർജി സ്റ്റോറേജ് എലമെന്റ് മാത്രമേ ഉള്ളൂ. ആർ എല്ലിന് എല്ലും ആർ സിയിൽ സിയും. അതുകൊണ്ട് അവയുടെ ക്യൂ ഫാക്ടർ നമ്മൾ കൊടുക്കുന്നത് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, അതായത് ഒമേഗ എന്ന് നമ്മൾ പറയും. പക്ഷേ ഒരു ആർ എൽ സി സർക്യൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്, അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ഒമേഗ 0 എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇവിടെ വായിച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞ് എന്താണ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്നുള്ളത് മനസ്സിലാവും. ആർ എൽ സി സർക്യൂട്ടിന്റെ ക്യൂ ഫാക്ടർ എപ്പോഴും ഈ റെസൊണന്റ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് എക്സ് എൽ ഈക്വൽ ടു എക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി നമുക്ക് ഒരു സീരീസ് സർക്യൂട്ട് എടുക്കാം. ഒരു ആർ എൽ സർക്യൂട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇതിന്റെ ഫോർമുല എന്താണ്? ക്യു ആർ എൽ എന്ന് പറയുന്നത് എൽ ഒമേഗ ബൈ ആർ അല്ലെങ്കിൽ എക്സ് എൽ ബൈ ആർ. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നതിൽ എനർജി സ്റ്റോറിംഗ് കമ്പോണന്റ് എന്താ? എൽ. അപ്പൊ അതിന് നമുക്ക് ഈ എൽ എങ്ങനെ കണ്ടെത്താം? ഹാഫ് ഇൻറ്റു എൽ ഐ സ്ക്വയർ. അതുപോലെ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ ഇ ആർ എന്ന് പറയുന്നത് ഐ ആർ എം എസ് ഇൻറ്റു ആർ ഇൻറ്റു ടി അല്ലേ? അപ്പൊ അത് നമുക്ക് ക്യൂ നമുക്ക് എന്താണെന്ന് കണ്ടെത്താം. ക്യൂ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ഇ എൽ ബൈ ഇ ആർ. എനർജി സ്റ്റോർഡ് ഇൻഡക്ടറിൽ ഹാഫ് എൽ ഐ സ്ക്വയറും എനർജി ഡിസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്റർ അതെന്താ ഐ സ്ക്വയർ ആർ ടി. അപ്പൊ 2π ഇൻറ്റു ഇ എൽ ബൈ ഇ ആർ. അപ്പൊ 2π ഇൻറ്റു ഹാഫ് ഇൻറ്റു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൽ ഒമേഗ ബൈ ആർ എന്ന്. ഓക്കെ, അപ്പൊ ഒരു സീരീസ് ആർ എൽ സർക്യൂട്ടിന് ആക്ച്വലി ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ക്വാളിറ്റി ഫാക്ടർ ഈ ഒരു സീരീസ് ആർ എൽ സർക്യൂട്ടിൽ ഉണ്ടാവുന്നത്? ആർ എൽ സർക്യൂട്ടിൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സീരീസ് ആർ എൽ സർക്യൂട്ടിന് ക്യൂ ഫാക്ടർ ഉണ്ടെന്ന് പറയാം.
because there is an energy stored element and energy dissipation element. സെയിം ഒരു ആർ സി സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ സെയിം നമ്മൾ ഇ സി കാൽക്കുലേറ്റ് ചെയ്യുക ഹാഫ് സി വി സ്ക്വയർ. അതൊന്നും തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതേപോലെ ഇ സി ബൈ ഇ ആർ, ഇതിലും ഇ ആർ ആണ് ഇതിന്റെ ഡിസിപ്പേഷൻ എനർജി കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 പൈ ഇൻറ്റു ഹാഫ് ഇൻറ്റു സി, ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 ബൈ ഒമേഗ സി ഇൻറ്റു ആർ എന്ന് കിട്ടും. അതേപോലെ നമുക്കൊരു ആർ എൽ സി സീരീസ് സർക്യൂട്ട് എടുക്കാം. ഈ ഗ്രാഫിൽ നോക്കൂ, ഇത് സീരീസ് ആർ എൽ സി റെസൊണൻസ് കർവാണ്. എഫ് സീറോയിലാണ് സർക്യൂട്ടിലെ കറണ്ട് മാക്സിമം ആവുന്നത്. അവിടെയാണ് നമുക്ക് ഇമ്പിഡൻസ് മിനിമം ആയിരിക്കുന്നത്. അതായത് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി. അപ്പൊ ആറാണ് അതിന്റെ മിനിമം ആയിട്ടുള്ള എന്ത് ഇമ്പിഡൻസ്. ഈ ഒരു പീക്കിന്റെ ഷാർപ്നെസ്സിനെയാണ് നമ്മൾ ക്യൂ ഫാക്ടർ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫോർമുല ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോർമുല ക്യു എസ് എന്ന് പറഞ്ഞാൽ എൽ ഒമേഗ ബൈ ആർ, അതുപോലെ 1 ബൈ സി ഒമേഗ ബൈ ആർ, അല്ലെങ്കിൽ 1 ബൈ ആർ ഇൻറ്റു റൂട്ട് സി റൂട്ട് എൽ ബൈ സി. ഓക്കെ, ഇതിലെ എല്ലാ ഫോർമുലാസും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എൽ ഒമേഗ ബൈ ആർ എന്ന് എഴുതാം, 1 ബൈ സി ഒമേഗ ബൈ ആർ എന്ന് എഴുതാം, 1 ബൈ ആർ ഇത് റൂട്ട് എൽ സി എന്ന് എഴുതാം. കാരണം നമ്മുടെ ഇവിടെ ഫാക്ടർ ഒമേഗ സീറോ എന്ന് പറയുന്ന റെസൊണൻസ് ഫ്രീക്വൻസി വരുന്നുണ്ട്. റെസൊണൻസ് ഫ്രീക്വൻസി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിലെ എല്ലാ ഫോർമുലയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫോർമുലയും ഈക്വൽ ആണെന്ന് കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ തന്നെ പാരലൽ സർക്യൂട്ടിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് വരാം. നമ്മൾ ക്യൂ ആർ എൽ ഫോർ സീരീസ് പറയുമ്പോൾ എക്സ് എൽ ബൈ ആർ എന്നാണ് വരിക. ഇവിടെ പാരലൽ ആകുമ്പോൾ ആർ ബൈ എക്സ് എൽ എന്നായിരിക്കും. അതേപോലെ ആർ സിക്കും സെയിം ഓപ്പോസിറ്റ്. അതേപോലെ പാരലൽ ആർ എൽ സി, എന്തെങ്കിലും പാരലൽ ആർ എൽ സി എടുക്കുമ്പോൾ നമുക്കിപ്പോൾ പാരലൽ ആർ എൽ സി ഒരു സർക്യൂട്ട് ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് കാണാം ഇതാണ് ഇതിന്റെ ഫോർമുലാസ്. അതായത് ക്യൂ പി ഇസിക്വൽ ടു ആർ ബൈ എൽ ഒമേഗ സീറോ, സി ഒമേഗ സീറോ ഇൻറ്റു ആർ, പിന്നെ ക്യൂ പി ഇസിക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് സി ബൈ എൽ. സെയിം ആ ഫോർമാറ്റ് നമ്മൾ ഇതിൽ ഫോർമുല ഡെറൈവ് ചെയ്ത പോലെ ഇതിൽ നമുക്ക് ഫോർമുലാസും ഇക്വേറ്റ് ചെയ്ത് സെയിം ഏത് ഫോർമുല യൂസ് ചെയ്താലും നമുക്ക് ഒരു ആർ എൽ സി സർക്യൂട്ടിന്റെ ക്യൂ ഫാക്ടർ കണ്ടെത്താൻ പറ്റും. അതായത് പാരലൽ ആണെങ്കിലും സീരീസ് ആണെങ്കിലും. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് ബാൻഡ് വിഡ്ത്ത് ആൻഡ് സെലക്ടിവിറ്റി. ഒരു ക്യൂ ഫാക്ടറുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന സംഭവത്തിൽ. അതായത് എന്താ, ഒരു സർക്യൂട്ടിലെ എത്ര റേഞ്ച് ഫ്രീക്വൻസിയിലാണ് നമ്മുടെ ആ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ബാൻഡ് വിഡ്ത്ത് എന്നാൽ നമ്മൾ ആ ഗ്രാഫിൽ കണ്ട പോലെ ഇതിനെയാണ് ഈ ബി ഡബ്ല്യു, അതായത് ഈ F1 മുതൽ F2 വരെയുള്ള ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിനെയാണ് നമ്മൾ പറയുന്നത് ബാൻഡ് വിഡ്ത്ത് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഡിഫൈൻ ചെയ്യാം. ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ബാൻഡ് വിഡ്ത്ത് ഈസ് ഡിഫൈൻഡ് ആസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഹാഫ് പവർ ഫ്രീക്വൻസി, അതായത് F1 ആൻഡ് F2. അതാണ് നമ്മൾ പറയുന്നത്. വേർ ദ പവർ ഡിസിപ്പേറ്റഡ് ഈസ് ഹാഫ് ഓഫ് ദ മാക്സിമം പവർ അറ്റ് റെസൊണൻസ്. അവിടെ പവർ ഡിസിപ്പേഷൻ എന്തായിരിക്കും? ഹാഫ് ഓഫ് ദ മാക്സിമം പവർ ആയിരിക്കും. എന്തുകൊണ്ടാണ് പാരലൽ ക്യൂ ഫാക്ടറും സീരീസിന്റെ ക്യൂ ഫാക്ടറും ഇൻവേഴ്സ് ആകുന്നത്? നമുക്കിതിൽ കാണാം, നമ്മുടെ ഡോക്യുമെന്റിൽ പറയുന്നത് പോലെ ഇറ്റ് ലൈസ് ഇൻ ദ ഡിഫറെന്റ് റോൾ ഓഫ് ദ റെസിസ്റ്റേഴ്സ് പ്ലേസ്ഡ് ഇൻ ഈച്ച് കോൺഫിഗറേഷൻ. അതായത് സീരീസ് എടുക്കുകയാണെങ്കിൽ റെസിസ്റ്റർ കിടക്കുന്നത് കറണ്ടിന്റെ സെയിം പാതയിലാണ്. അതുകൊണ്ട് തന്നെ ലോസ് കുറയ്ക്കാൻ ആർ വളരെ ചെറുതായാലാണ് ലോസ് കുറയുക. ഇനി പാരലൽ നോക്കുകയാണെങ്കിൽ റെസിസ്റ്ററിൽ ഒരു എൽ സി ടാങ്ക്, ആ എൽ സി ടാങ്കിന്റെ ഞാൻ കാണിക്കാം. സീരീസിൽ ഞാൻ പറഞ്ഞ പോലെ എന്താണ്, കറണ്ടിന്റെ സെയിം പാത്തിലാണ് റെസിസ്റ്റർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർ എന്താണ്, ചെറുതായാലാണ് നമുക്ക് അതിന്റെ ലോസ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ പാരലൽ ആകുമ്പോൾ എങ്ങനെയാണ്? പാരലൽ ആകുമ്പോൾ ഈ എൽ സി ടാങ്കിന് ഒരു പാരലായിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ബേസിക്കലി എനർജി ലീക്കേജ് ആണ് സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ ആറ് വളരെ വലുതാവുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോഴാണ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫാക്ടറിലേക്ക് എത്താൻ കിട്ടുക. അപ്പൊ ആറിന്റെ വാല്യൂ കൂടണം. റെസിസ്റ്റർ പാരലൽ ആർ എൽ സർക്യൂട്ടിലും സീരീസ് ആർ എൽ സർക്യൂട്ടിലും ആറിന്റെ വാല്യൂ കുറയണം. ഇതാണ് ഇതിന്റെ ഒരു ഇൻവേഴ്സ് റിക്വയർമെന്റ്. ഈ ഫോർമുലാസിലുള്ള ഒരു ഇൻവേഴ്സ് റിക്വയർമെന്റ്. ഓക്കെ, ഒരു പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റീപ്നെസ് എങ്ങനെ. സ്റ്റീപ്നെസ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റീപ്പ്, അതായത് കൂടുതൽ പോയിന്റ് ചെയ്തിട്ടാണ് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഇത് പോയിന്റ് ചെയ്തിട്ട് നിൽക്കാം, വൈഡ് ആയിട്ട് നിൽക്കാം, അല്ലെ? ഈ F1 F2 ഭയങ്കര വൈഡ് ആയിട്ട് നിൽക്കാം, അതുപോലെ ഭയങ്കര അടുത്ത് നിൽക്കാം, സ്റ്റീപ്പായിട്ട് നിൽക്കാം. അപ്പോൾ ഏതാണ് ബെറ്റർ എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് ബേസിക്കലി നമുക്ക് ക്വാളിറ്റി ഫാക്ടർ എന്താണ്, ഹൈ ആണ് വേണ്ടത്. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ ഹൈ ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്റ്റീപ്നെസ് അല്ലെങ്കിൽ ഇതിന്റെ ഷാർപ്നെസ് എന്തായിരിക്കും? കൂടുതൽ ഷാർപ്പായിരിക്കും. ഈ ഒരു വേവ് ഫോമിന്റെ ഷാർപ്നെസ് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റീപ്പായിരിക്കും ഈ ഒരു വേവ് ഫോം. ഓക്കെ, ലോവർ
ക്വാളിറ്റി ഫാക്ടറിൽ എന്തായിരിക്കും കൂടുതൽ ബ്രോഡർ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ഡീപ്പ് ആയിരിക്കും കർവ്. അതായത് ഒരു നോർമൽ കർവ്, മറ്റേത് ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള കർവ്. ഓക്കെ, ഇതാണ് എനിക്ക് അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. ഇതിൽ നമുക്ക് ഈ ഒരു ടേബിൾ ഫോർമുലാസിൽ ആർ എൽ സിയെ കുറിച്ച് അതിന്റെ സീരീസ് കോൺഫിഗറേഷനും പാരലൽ കോൺഫിഗറേഷനുമുള്ള ക്യൂ ഫാക്ടറിന്റെ ഫോർമുലാസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സീരീസ് കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് എൽ ബൈ ആർ, ആർ എൽ മീൻസ് ഒരു ആർ എൽ കോൺഫിഗറേഷനിൽ സീരീസ് കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ എക്സ് എൽ ബൈ ആർ ആണ്. അത് എങ്ങനെ വി എൽ ബൈ വി ആർ സീരീസ് ആകുമ്പോൾ അതിന്റെ കറണ്ട് സെയിം ആയിരിക്കും. അപ്പൊ എക്സ് എല്ലിനെ ഒരു കറണ്ട് അതിന്റെ കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോൾട്ടേജ് കിട്ടും. ആർ എല്ലും കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആറിന് അക്രോസിൽ വോൾട്ടേജ് കിട്ടും. അപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ, വോൾട്ടേജ് റേഷ്യോനെ നമുക്ക് എന്താ പറയാം, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. സെയിം പാരലൽ വരുമ്പോൾ എന്താണ്, വോൾട്ടേജ് ആണ് സെയിം. അപ്പോൾ വോൾട്ടേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കാണാം കറണ്ടിന്റെ റേഷ്യോ ആയിട്ട് മാറും. സെയിം ആർ സിയിൽ നമുക്ക് കാണാം എന്താണ് സെയിം, എല്ലാ കൺസെപ്റ്റും സെയിം ആണ്. ബാക്കിയുള്ള ആർ സിയിലും ആർ എൽ സിയിലാണെങ്കിലും പാരലും സീരീസും തരും. അപ്പോൾ ഈ ഫോർമുലാസ് എല്ലാം മനസ്സിൽ കാണാം. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫോർമുലാസിൽ ആർ എവിടെ കിടക്കണം, ആറിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നമുക്ക്. അതായത് നമുക്ക് സീരീസ് ആകുമ്പോൾ ആറിന്റെ വാല്യൂ കുറയുമ്പോഴാണ് അതിന്റെ ലോസ് കുറയുന്നത്. ബേസിക്കലി നമുക്ക് എന്താ വേണ്ടത്, ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. സീരീസ് ആകുമ്പോൾ ആറ് കറണ്ടിന്റെ അതേ ഒരു ഇതിലാണ് മനസ്സിലായി കിടക്കുന്നത്, ഒരേ ഒരു പാത്തിലാണ് ആറ് കിടക്കുന്നത്. അപ്പൊ ആറിന്റെ വാല്യൂ കൂടുന്തോറും നമ്മുടെ ലോസ് കൂടും. ലോസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ കുറയും. കാരണം എന്താ, നമ്മളെ ക്വാളിറ്റി ഫാക്ടറിന്റെ ഫോർമുല എന്താ, എനർജി സ്റ്റോർ ഡിവൈഡഡ് ബൈ എനർജി ഡിസിപ്പേറ്റഡ്. അപ്പോൾ ആറിന്റെ വാല്യൂ സീരീസിൽ കൂടുമ്പോൾ എനർജി ഡിസിപ്പേഷൻ കൂടുതലുണ്ടാവും. അത് ഡിസിപ്പേഷൻ കൂടുതലുണ്ടാകുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ കുറയും. ബേസിക്കലി നമുക്ക് ക്വാളിറ്റി ഫാക്ടർ കൂടുതലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂ ഫാക്ടർ എന്ന ഈ വിഷയം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഡോക്യുമെന്റിൽ നിന്ന് ഒന്നും വിടാതെ തന്നെ എല്ലാ പോയിന്റും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെയുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കണ്ടന്റിന് വേണ്ടി കേരള ടെക് അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.